ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ വെച്ച് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ മോർണിംഗ് റുട്ടീൻസൊക്കെ കഴിഞ്ഞ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ടൈം നോക്കിയപ്പോൾ ഒരു 6:10 6:15 ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ വിചാരിച്ച് ഉറക്കം എനിക്ക് അപ്പം വരുന്നില്ല. സാധാരണ എനിക്ക് രാവിലെ എണീച്ചാൽ പിന്നെ ഉറക്കം വരലുണ്ട്. അപ്പോൾ ഞാൻ ഫോണിൽ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേർട്ടൻസൊക്കെ ഓപ്പൺ ആക്കുന്നുണ്ട്. ഞാനിതിൻ്റെ മുന്നും കേർട്ടൻസ് ഓപ്പൺ ആക്കി അത് ക്ലോസ് ആക്കിയതാണ്. അപ്പോൾ പിന്നെയും ഓപ്പൺ ആക്കുകയാണ് കേട്ടോ. രാവിലെ തീരെ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഞാൻ ഓപ്പൺ ആക്കിയതായിരുന്നു. പിന്നെ ഇങ്ങനെ വെളിച്ചം വന്നു തുടങ്ങി. അപ്പോൾ ഞാനത് ക്ലോസ് ആക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എഴുതി വെക്കുന്നതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് എടുക്കാനുള്ള ടെൻഡൻസി കൂടും. ഇത്ര സമയമാകുമ്പോഴത്തേന് എടുക്കണം, ഇനി അത് കഴിഞ്ഞിട്ട് ഇതെടുക്കണം, അങ്ങനെയൊക്കെ ഒരിതുണ്ടാവില്ല. അതിങ്ങനെ പെട്ടെന്ന് തീർക്കാനൊക്കെ തോന്നും പണി. എനിക്കങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പേഴ്സണലി എനിക്കങ്ങനെ തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ എൻ്റെ വീഡിയോക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബെഡൊന്നും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയ സ്ഥിതിക്ക് അത് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെന്ന്. ഞാൻ നോർമലി ഇതിലിട്ടുകൊണ്ടിരുന്നത് ഷോർട്സാണ്. അതും എൻ്റെ ക്രാഫ്റ്റിൻ്റെ പോസ്റ്റ് അതിങ്ങനെ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതാണോ അത് തന്നെ മതിയോ, അതോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യണോ, അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അത് കഴിഞ്ഞ് ഞാൻ ചായ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. സ്കിൻ കെയർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ജസ്റ്റ് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യും. അതേപോലെ ഒരു സെറം ഉണ്ട് പ്ലമ്മിൻ്റെ, അതും ജസ്റ്റ് അപ്ലൈ ചെയ്യും. അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ സ്കിൻ കെയർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബാക്കി ക്ലീനിങ്ങിന് ഇറങ്ങല്. ഞാൻ യൂസ് ചെയ്യുന്നത് നിവ്യൻ്റെ ഒരു ലിപ് ബാമാണ് കേട്ടോ. സെറം പിന്നെ പ്ലമ്മിൻ്റെതാണ്. അങ്ങനെ ഞാൻ ആ ടു ഡു ലിസ്റ്റ് എഴുതിയത് അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് കാണിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ അതിങ്ങനെ കാണിച്ചു എന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടിച്ച് വരാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ അടിച്ച് വരിയപ്പോൾ ഇങ്ങനെ ഞാൻ ഇന്നലെ എന്തോ പേപ്പർ കട്ട് ചെയ്തിട്ടതിൻ്റെ ബാക്കി കുഞ്ഞു പീസൊക്കെ നിലത്തുണ്ടായിരുന്നു കേട്ടോ. വലിയ പീസ് ഞാൻ ഇന്നലെ തന്നെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. കട്ടിലിൻ്റെ ചുവട്ടുനിന്നും അതുപോലെ ടേബിളിൻ്റെ ചുവട്ടുനിന്നൊക്കെ ആയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഓഫീസ് റൂം അടിച്ച് തരാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കാര്യമായിട്ട് പൊടിയൊന്നും ഉണ്ടാവില്ല. ഞാനവിടെ റൂമിൽ പേപ്പറും അതും ഇതൊക്കെ കട്ട് ചെയ്തിടുന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെമ്മൽ. ഇവിടെ അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഈ കാർപ്പറ്റ് എന്നൊന്നും തട്ടിക്കൊട്ടലൊന്നുമില്ല കേട്ടോ. അങ്ങനെ അടിച്ചേരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ ഒറ്റിക്കുന്നത് ഡെറ്റോളാണ്. പിന്നെ ഡെറ്റോൾ ഇങ്ങനെ ബക്കറ്റിൽ ഒറ്റിക്കും. അതേപോലെ നിലത്ത് ഫ്ലോറിൽ ഞാൻ ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ നമ്മൾ തുടച്ച് കഴിഞ്ഞാലും ആ സ്മെല്ല് കുറച്ച് സമയം നിൽക്കും. കുറേ ഒന്നും സമയം നിൽക്കില്ല, പക്ഷെ കുറച്ച് സമയമൊക്കെ നിൽക്കലുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ടു ഡു ലിസ്റ്റിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 11 മണിയാകുമ്പോഴത്തേന് പണിയൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ
തുടക്കൽ കഴിഞ്ഞപ്പോഴത്തേന് 11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടേബിൾ ഇങ്ങനെ മിസ്സായി കിടക്കണോണ്ട് ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അത് ഒക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ടേബിൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നലെ ഞാൻ പുറത്ത് പോയപ്പെട്ട ഡ്രസ്സും ഇന്ന് വീട്ടിലിട്ട ഡ്രസ്സും ഉള്ളൂ കേട്ടോ വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ അത് വേഗം തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രഷായി എന്നിട്ടാണ് കേട്ടോ തുണി വിരിച്ചിടാൻ പോണത്. തുണി ഞാൻ മുറ്റത്തൊന്നും വിരിച്ചിടലില്ല, കാരണം ഇപ്പോൾ മഴയാണ് വെയിലാണ്, ചിലപ്പോൾ മഴയായിരിക്കും ചിലപ്പോൾ വെയിലായിരിക്കും, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മേലാണ് കേട്ടോ വിരിച്ചിടുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ടൈം നോക്കിയപ്പോൾ ഒരു 12:15 ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഫുഡ് കഴിക്കാൻ ഏതായാലും ആയിട്ടില്ല, അപ്പോൾ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റിൽ ഞാൻ ചെയ്തതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ ഞാനൊരു ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ച്. എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് വെറുതെ ഇരിക്കല്ലേ, പിന്നെ വർക്ക്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വെറുതെ ചെയ്യാൻ വിചാരിച്ചിട്ട് വെറുതെ എന്തൊക്കെയോ അങ്ങോട്ട് ചെയ്യാണ്. പിന്നെ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കും, ബട്ട് മടിയാണ്, അപ്പം അങ്ങനെ ചെയ്യലൊന്നുമില്ല. ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ടൈമിൽ നല്ല മഴയാണ് കേട്ടോ ഇവിടെ ഇപ്പം അങ്ങനെയാണ്. വൈകുന്നേരം ആവണ്ട, ഒരു ഉച്ച ഒരു 2 മണിയൊക്കെയാണ് ടൈമിൽ. പിന്നെ അങ്ങോട്ട് വൈകുന്നേരം വരെ മഴ പെയ്യും നിൽക്കും അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിസ്കരിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോവാണ് ചെയ്തത്. അപ്പോൾ ഫുഡിന്ന് മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ച് തുടങ്ങിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നിങ്ങനെ ഓർത്തത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജേണൽ ചെയ്തതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫോൺ ചാർജിലിടാൻ പോയി. അങ്ങനെ ഞാനൊന്ന് ചെറുതായിട്ട് ഉറങ്ങി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ വിരിച്ചിട്ട തുണി ഞാൻ ഇന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് തുണി വിരിച്ചിടാൻ പോയപ്പോൾ തന്നെ ഞാനത് എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ സെക്ഷൻ തിരിച്ച് വെച്ചതിന് ശേഷം ഞാനത് ഫോൾഡ് ചെയ്യാണ് കേട്ടോ. ഞാൻ അന്ന് തന്നെ എടുത്തുകൊണ്ടിരുന്നത് അന്ന് തന്നെ ഫോൾഡും ചെയ്യും, അതുപോലെ അപ്പം തന്നെ അലക്കും ചെയ്യും കേട്ടോ. ഇടുന്നത് അന്ന് തന്നെ, അല്ലാണ്ട് കൂട്ടി വെക്കൊന്നുമില്ല. അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നേരത്തെ ഫുഡ് കഴിച്ചപ്പോൾ കാണിച്ച പോലെ ബ്രെഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ ബ്രെഡും പിന്നെ ഞാൻ കോൾഡ് കോഫി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് ഞാൻ കോഫി കുടിക്കണ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഫസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാം ഈ വീഡിയോയിലുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.